ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സിംഗർ ഓഫ് ദി ഇയറിൽ പാടാനൊരുങ്ങുകയാണ് ശ്യാമ. എന്നാൽ ശ്യാമയ്ക്ക് പാടാൻ സാധിക്കുന്നില്ല. അത് കണ്ട് സന്തോഷപൂർവ്വം ഇരിക്കുകയാണ് മാനസയും മഹിമയും. ബാക്കിയുള്ള എല്ലാവരും പരസ്പരം നോക്കുന്നു. ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ. ശ്യാമയെ പാടാൻ പ്രേരിപ്പിച്ച ആ കുട്ടിയും ശ്യാമയെ നോക്കി നിൽക്കുന്നുണ്ട്. വീണ്ടും ശ്യാമ പാടാൻ തുടങ്ങിയപ്പോൾ നന്നായിട്ട് തന്നെ പാടുന്നുണ്ട്. ടെൻഷനോടെ മഹിമയും മാനസയും പരസ്പരം നോക്കുന്നു. പാട്ട് കഴിഞ്ഞ ശേഷം എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുന്നുണ്ട്. ആ കുട്ടിക്കും ഒരുപാട് സന്തോഷമാകുന്നു. ശ്യാമയ്ക്ക് എന്താ പറ്റിയത്? പഴയ ആ എനർജി നഷ്ടപ്പെട്ടതുപോലെ. സീസൺ 2-ൽ ഇതുവരെ കൂടിയ മാർക്ക് മാനസയ്ക്ക് തന്നെയാണ്. ഇവിടെ ശ്യാമയ്ക്ക് എത്ര മാർക്കാണെന്ന് നോക്കാം. അദ്ദേഹം ചോദിക്കുന്നു. ജഡ്ജസ് ചോദിക്കുന്നുണ്ട്, ശ്യാമയ്ക്ക് ഇനി എന്താ പറ്റിയത്? ഒരു ടെൻഷൻ പോലെ. പാട്ടിന്റെ തുടക്കത്തിൽ തന്നെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. അത് സാർ പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് എന്ന് ടെൻഷനോടെ ശ്യാമ അവരോട് പറയുന്നു. ഇനി പാടുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. അദ്ദേഹം 8 മാർക്കാണ് ശ്യാമയ്ക്ക് കൊടുത്തത്. GK സാർ പറയുന്നു, തമ്പി സാർ പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്, ഇനി ശ്രദ്ധിച്ചാൽ മതി. 8 മാർക്കാണ് ശ്യാമയ്ക്കും കൊടുത്തിരിക്കുന്നത്. മാനസയ്ക്ക് 24 മാർക്കാണ്. ശ്യാമ നേടിയിരിക്കുന്നത് മൊത്തത്തിൽ 23 മാർക്കാണ്. മാനസയെക്കാളും 1 മാർക്ക് കുറവാണിപ്പോൾ ശ്യാമയ്ക്ക്. ഇപ്പോൾ മാനസയാണ് മുന്നിൽ. ഇത്രയൊക്കെ പരിഹസിച്ചിട്ടും ആ ശ്യാമ എൻ്റെ മോളുടെ പിന്നാലെ എത്തിയിരിക്കുകയാണ്. സൂക്ഷിക്കണം. അടുത്ത കോമ്പറ്റീഷന് മുമ്പ് എങ്ങനെയും ശ്യാമയെ പുറത്തെറിഞ്ഞേ പറ്റൂ എന്ന് മഹിമ മാനസയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വസുന്ധര ബെഡിൽ തന്നെ ഇരിക്കുന്നു. ശ്രീകുട്ടി എവിടേക്ക് വരുന്നുണ്ട്. വസുന്ധര ബെഡിലിരുന്ന് ഫോണിൽ നോക്കിയിരിക്കുകയാണ്. ശ്രീകുട്ടി പുഞ്ചിരിയോടെ എവിടേക്ക് വന്നു നിന്നെങ്കിലും വസുന്ധര ശ്രദ്ധിക്കുന്നില്ല. വിശക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു, വിശക്കുന്നുണ്ട്, എനിക്കറിയാം, ഞാൻ ഓറഞ്ച് എടുത്തു തരട്ടെ? എനിക്ക് വേണ്ടെന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട്, ഞാൻ എടുത്തു തരാൻ പോവുകയാണെന്ന്. അവിടെ ഇരുന്ന ഓറഞ്ച് പൊളിച്ചു കൊടുക്കുകയാണ് ശ്രീകുട്ടി. ഇടയ്ക്ക് വസുന്ധര നോക്കുന്നുണ്ടെങ്കിലും നോക്കാത്തതുപോലെ അഭിനയിക്കുന്നു. കഴിക്കുക എന്ന് പറഞ്ഞ് വസുന്ധരയുടെ വായിൽ വെച്ച് കൊടുക്കാൻ തുടങ്ങുകയാണ് ശ്രീകുട്ടി. കഴിച്ചോളൂ, കാലിന് സുഖമില്ലാത്തതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് വസുന്ധര കയ്യിൽ വാങ്ങിച്ചു. വേഗം കഴിക്കണേ, ഞാൻ ഇനിയും എടുത്തു തരാമെന്ന് പറഞ്ഞ് വീണ്ടും കൊടുക്കുകയാണ് ശ്രീകുട്ടി. എന്നാൽ വസുന്ധര അത് കയ്യിൽ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. ശേഷം ആ ഓറഞ്ച് കഴിക്കുന്നുണ്ട്. പിന്നെയും ശ്രീകുട്ടി എടുത്ത് കൊടുക്കുന്നു. വസുന്ധര കഴിക്കുന്നു. പിന്നെയും ശ്രീകുട്ടി നിർബന്ധിച്ച് കൊടുത്തപ്പോൾ വസുന്ധര അത് വാങ്ങിച്ചിട്ട് പറയുന്നു, നീ കഴിക്കുന്നില്ലേ എന്ന്. എനിക്കല്ലല്ലോ സുഖമില്ലാത്തത് എന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നുണ്ട്, എന്നാലും നീ കൂടി കഴിച്ചോളാൻ. ഞാൻ പിന്നെ കഴിച്ചോളാം, എനിക്കിപ്പോൾ വിശപ്പില്ല എന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ സാരമില്ല, ഇത് നീ കഴിച്ചോളൂ എന്ന് വസുന്ധര പറയുന്നു. അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നിർബന്ധിച്ച് വസുന്ധര ശ്രീകുട്ടിക്ക് അത് കൊടുക്കുന്നുണ്ട്. അതും സന്തോഷത്തോടെ തന്നെ. ഞാൻ തരാം, വായ തുറന്നേന്നും പറയുന്നു. എന്നാൽ ആദ്യം ഒന്ന് അന്തം വിട്ട് നിൽക്കുകയാണ് ശ്രീകുട്ടി. പിന്നീട് പുഞ്ചിരിയോടെ ശ്രീകുട്ടി വാ തുറന്നു. വസുന്ധര ശ്രീമോളുടെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. സന്തോഷത്തോടെ തന്നെ. കൊള്ളാമോ എന്നും ചോദിക്കുന്നു. ഇത് വർമ്മ കാണുന്നുണ്ട്. വർമ്മ എന്നിട്ട് വിളിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇനി ഒരു കാര്യം കാണിച്ചു തരട്ടെ? ഞാൻ ഇന്നലെ വരച്ചു വെച്ചിരുന്നതാണ്, പേടിച്ചാണ് തരാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് താൻ വരച്ച ഒരു ഡ്രോയിങ് വസുന്ധരയെ കാണിക്കുകയാണ് ശ്രീകുട്ടി. ഒരമ്മയുടെ ചിത്രമാണത്. ആഹാ, നീ പടമൊക്കെ വരയ്ക്കുമോ? നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ വസുന്ധര പറയുന്നു. ആ, ചെറുതായിട്ട് എന്ന് ശ്രീകുട്ടിയും പറയുന്നുണ്ട്. ആ പടത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് വസുന്ധര. അല്ല, കണ്ടിട്ട് ഇത് എന്നെ പോലെ ഇരിക്കുകയാണല്ലോ, നീ എന്നെ വരച്ചതാണോ എന്ന് സന്തോഷത്തോടെ വസുന്ധര ചോദിച്ചപ്പോൾ ആണെന്ന് പുഞ്ചിരിയോടെ ശ്രീകുട്ടിയും പറയുന്നു. ഇതൊക്കെ കണ്ട് വർമ്മയ്ക്കും സന്തോഷമാകുന്നു. നന്നായിട്ടുണ്ട് എന്ന് വസുന്ധര. ഇത് ചിരിക്കാത്ത മുഖമാണ് എന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു, അതെന്താ എന്നെ അങ്ങനെ വരച്ചത്? അത് എന്നോട് ചിരിക്കില്ലല്ലോ എന്ന് ശ്രീകുട്ടി പറഞ്ഞതും പെട്ടെന്ന് ചിരി വന്നിട്ട് വാ പൊത്തുകയാണ് വർമ്മ. ഇനി എന്നോട് ചിരിച്ചാൽ പിന്നെ ഞാൻ ചിരിക്കുന്ന മുഖം വരച്ചു തരാമെന്നും ശ്രീകുട്ടി പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് വസുന്ധര. വർമ്മയും സന്തോഷത്തോടെ എവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എന്താണ് രണ്ടാളും കൂടി അവിടെ? പെട്ടെന്ന് വസുന്ധരയുടെ മുഖത്തെ ചിരി മാഞ്ഞു. എൻ്റെ മോള് വരച്ച പടം നോക്കട്ടെ എന്ന് വർമ്മ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ പടം വർമ്മയെ കാണിക്കുകയാണ് ശ്രീകുട്ടി. മോള് പറഞ്ഞത് ശരിയാണ്, കുറച്ച് ഗൗരവമാണ്. മതി, തമാശയ്ക്ക് മതി, പൊയ്ക്കോളാൻ വസുന്ധര പെട്ടെന്ന് പറയുന്നുണ്ട്. അത് കണ്ടപ്പോൾ ശ്രീകുട്ടിക്ക് വിഷമാകുന്നു. നിന്നോടാ പറഞ്ഞത് പൊയ്ക്കോളാമെന്ന് ശ്രീകുട്ടിയോട് വീണ്ടും വസുന്ധര പറയുന്നു. വെറുതെ ഇടയ്ക്കിങ്ങോട്ട് കയറി വന്നോളും മനുഷ്യന്റെ സ്വസ്ഥത കളയാൻ. എന്താ നീ പോകുന്നില്ലേ എന്ന് വസുന്ധര വീണ്ടും പറഞ്ഞപ്പോൾ വിഷമത്തോടെ ശ്രീകുട്ടി വസുന്ധരയെ നോക്കുന്നുണ്ട്. വർമ്മ ആ പടം മോളുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. മോള് അവിടെ നിന്ന് പോയി. ആനന്ദേട്ടൻ ഇരുന്നോളൂ, എനിക്ക് നല്ല ക്ഷീണം, ചെറിയ മയക്കം പോലെ, ഒന്ന് കിടക്കട്ടെ എന്ന് വസുന്ധര. വസുവിന് മോളെ ഇഷ്ടമാണ്, പക്ഷെ ആരെയും അറിയിക്കാൻ താല്പര്യമില്ല. അത് മറയ്ക്കാനാണ് പെട്ടെന്നുള്ള ഈ ക്ഷീണവും ഉറക്കവും, മനസ്സിലായി എനിക്ക് എന്ന് പറഞ്ഞിട്ട് വർമ്മയൊന്ന് ചിരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിൽ എല്ലാവരും ശ്യാമയുടെ പാട്ട് TV-യിൽ കാണുന്നു. ജയന്തിക്ക് മാത്രം അത് ഇഷ്ടമാകുന്നില്ല. വാസുദേവനും ദേവികയും അപ്പുക്കുട്ടനും ശ്യാമയും ഉൾപ്പെടെ എല്ലാവരും ആ പാട്ട് കേൾക്കുന്നു.
എല്ലാവരും കൈയടിച്ചപ്പോൾ ജയന്തിക്ക് മാത്രം അത് ഇഷ്ടപ്പെടുന്നില്ല. അല്ല ശ്യാമേ, നീ എന്തിനാ ഈ പാട്ടിനിടയ്ക്ക് ഇങ്ങനെ മുഖം വെട്ടിക്കുന്നത് എന്ന് ജയന്തി പറഞ്ഞപ്പോൾ അപ്പൂട്ടൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ടില്ലല്ലോ എന്ന്. എന്തേ കണ്ടില്ലേ? അച്ഛൻ കണ്ടു കാണും. അവള് വെറുതെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിക്കുന്നത് ശരിക്കും അത് ബോറായിട്ടാ തോന്നിയത് എന്നും ജയന്തി പറയുന്നുണ്ട്. അങ്ങനെ ശ്യാമയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ജയന്തി. എന്നാൽ മറ്റാരും അതിനെ അംഗീകരിക്കുന്നില്ല. ആയിക്കോട്ടെ ഏട്ടത്തെ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ശ്യാമ പറയുന്നുണ്ട്. ശേഷം ജയന്തി ചോദിക്കുന്നുണ്ട്, അല്ല ശ്യാമേ, നിനക്കിനി ഒരുപാട് ആരാധികരൊക്കെ ആയാൽ ഞാൻ ഏട്ടത്തെയാണെന്ന് പറയുന്നത് നിനക്ക് കുറച്ചിലാവോ? ഞാൻ എത്ര നിലയിലെത്തിയാലും നിങ്ങളെ ആരെയും ഞാൻ മറക്കാൻ പോകുന്നില്ലെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വീണ്ടും ജയന്തി പറയുന്നുണ്ട്, നിനക്ക് നല്ല പണമൊക്കെ ആയാൽ മുമ്പേ നിനക്ക് ദ്രോഹം ചെയ്തവരെ നീ ദ്രോഹിക്കുമെന്നാ ഞാൻ ചോദിക്കുന്നത്. അതിന് എന്നെ ആരാ ദ്രോഹിച്ചിട്ടുള്ളത്? ജയന്തി അടുത്തേക്ക് എനിക്ക് വല്ലാത്ത ഇഷ്ടമല്ലേ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ജയന്തി. ഈ TV-കാരൊക്കെ ഇന്റർവ്യൂ നടത്തുമ്പോൾ അത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് നീ കുറച്ചെന്നെ അങ്ങ് പൊക്കി പറഞ്ഞോണം കേട്ടോ. ഞാൻ ശ്യാമയുടെ നാത്തൂനാണെന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടിലും കുടുംബത്തിലും വലിയ വിലയായിരിക്കും. അപ്പോൾ പറയുന്നു, എന്നാ പിന്നെ ഇന്റർവ്യൂവിന് ഒരു കാര്യം കൂടി പറയണോ ചേച്ചി? മുമ്പ് ശ്യാമേച്ചി മ്യൂസിക് ട്യൂഷൻ എടുത്തപ്പോൾ കുട്ടികളെ പുകയിട്ട് ഓടിച്ച കാര്യം അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് പോടാ അവിടുന്ന്, മനുഷ്യൻ മറന്ന ഓരോ കാര്യങ്ങൾ കുത്തിപ്പൊക്കാതെ എന്നെ ജയന്തി പറഞ്ഞപ്പോൾ അപ്പു പറയുന്നുണ്ട്, പിന്നെ ശ്യാമേച്ചിയുടെ മ്യൂസിക് ഷോയ്ക്ക് പോയ സമയത്ത് ശ്യാമേച്ചിയുടെ ഡ്രസ്സൊക്കെ കണ്ടെന്നുകൊണ്ട് വെട്ടിവെച്ച കാര്യം പറയണേ. നിന്നെ ഞാൻ എന്ന് പറഞ്ഞ അപ്പുവിനെ അടിക്കാൻ ഓടിക്കുകയാണ് ജയന്തി. ഇനിയും എല്ലാവരോടും പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, പറയട്ടെ എന്ന് അപ്പൂട്ടൻ പറയുന്നുണ്ട്. എടാ ചെക്കാ, നിന്നെ ഞാൻ ഇന്ന് റെഡിയാക്കുമെന്ന് പറഞ്ഞ അപ്പുവിനെ വീണ്ടും അടിക്കാൻ ഓടിക്കുകയാണ് ജയന്തി. കണ്ടോ മോളെ, പണവും പ്രശസ്തിയും വരുന്നപ്പോൾ എതിരായി നിന്നവരുടെ പോലും മനസ്സ് മാറുന്നത് കണ്ടോ മോളെ? ഇതുപോലെ ഇനിയും പലരും സൗഹൃദം പ്രാപിച്ചു വരും. ഇതൊന്നും മോളോടുള്ള സ്നേഹം കൊണ്ടല്ല കേട്ടോ. ഇനി മുതലാണ് മോള് കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്ന് വാസു ശ്യാമയോട് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ പതിയെ നടക്കാൻ ശ്രമിക്കുകയാണ് വസുന്ധര. ഇത് കണ്ടുകൊണ്ട് ആദിയും അമൃതയും താഴേക്ക് ഇറങ്ങി വന്ന് രണ്ടുപേരും കൂടി രണ്ട് കൈകളായി പിടിക്കുന്നുണ്ട് വസുന്ധരയുടെ. പതിയെ വസുന്ധരയെ പിടിച്ച് അവർ സോഫയിലേക്ക് ഇരുത്തുന്നു. ഇപ്പോൾ കാലിന് വേദനയുണ്ടോ എന്നും ആദ്യം ചോദിക്കുന്നുണ്ട്. വേദനയെല്ലാം പോയി, ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലെന്ന് വസുന്ധര പറയുന്നു. ഞാനും അമൃതയും അമ്മയെ കാണാൻ മുറിയിലേക്ക് വരാൻ തുടങ്ങിയതായിരുന്നു. അമ്മ പറഞ്ഞില്ലേ ശ്രീകുട്ടിയെ ഇവിടെ നിന്ന് മാറ്റുന്ന കാര്യം, അത് ഏകദേശം റെഡിയായി എന്ന് ആദി പറയുന്നുണ്ട്. ആ സമയം അരുണും ഐശ്വര്യയും അവിടേക്ക് വന്നു. ഇത് കേട്ട് ഐശ്വര്യ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും അമൃതയ്ക്ക് വല്ലാത്ത വിഷമമാകുന്നുണ്ട്. പിന്നെ അരുണിനും. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ വീടാണ്, തൽക്കാലം മോളെ അവിടെ നിർത്താം, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ മോളെ പറഞ്ഞയക്കുന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടമ്മേ, പക്ഷേ വേറെ നിവൃത്തിയില്ലല്ലോ, സമ്മതിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് അമൃത പറഞ്ഞപ്പോൾ വസുന്ധരയും വിഷമത്തോടെ ഇരിക്കുകയാണ്. അമ്മയോടാണ് പറയുന്നത്, കേൾക്കുന്നില്ല എന്ന് ആദ്യം ചോദിക്കുന്നു. എന്താ എന്ന് വസുന്ധര എടുത്ത് ചോദിക്കുന്നു. അമ്മേ, ശ്രീകുട്ടിയെ നാളെ രാവിലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാം, അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഇപ്പോൾ തന്നെ കൊണ്ടാക്കാം. എന്താ അത് രാത്രിയിലോ എന്ന് വസുന്ധര ചോദിച്ചപ്പോൾ അത് സാരമില്ല, ഒരു 3 മണിക്കൂറത്തെ യാത്രയല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല, അമൃതയും കൂടെ വരും. എന്നാ ഇപ്പോൾ തന്നെ ശ്രീകുട്ടിയെ കൊണ്ട് പോവാം അല്ലേ അമ്മേ എന്ന് ആദ്യം പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നുണ്ട്, രാത്രി ശരിയാവില്ലെന്ന്. അതെന്താ ശരിയാവാത്തത്? ഒരു നിമിഷം മുമ്പ് തന്നെ അവളെ ഇവിടുന്ന് മാറ്റണം, എങ്കിലേ ഇവിടെ എല്ലാവർക്കും സ്വസ്ഥത കിട്ടൂ എന്ന് ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അമ്മയുടെ തീരുമാനം, അത് പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്യാം എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ശ്രീകുട്ടി ഇന്ന് കൊണ്ടുപോകണോ അതോ രാവിലെ മതിയോ എന്ന് അമ്മയോട് ഐശ്വര്യ ചോദിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് വസുന്ധര. ആലോചിക്കാൻ എന്താ, ഇപ്പൊ തന്നെ കൊണ്ടുപോകണം, അതാ എൻ്റെ അഭിപ്രായം. അതിന് ഐശ്വര്യയുടെ അഭിപ്രായം ഇവിടെ ആരെങ്കിലും ചോദിച്ചോ എന്ന് അരുണും പറയുന്നുണ്ട്. ഓ, തടസ്സത്തിന് ആള് വന്നല്ലോ, ഇനി അരുണിന്റെ ഒരടവ് നടക്കില്ല. ഇത് അമ്മ എനിക്ക് തന്ന വാക്കാണ്. അവളെ, ആ സ്ത്രീക്കുട്ടിയെ ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് മാറ്റണം അല്ലേ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു, അതെ, ഇതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എന്ത് കോംപ്ലിക്കേഷൻസ്? ഇതിലൊരു കോംപ്ലിക്കേഷനും ഇല്ല, ഇന്ന് തന്നെ കുട്ടിയെ ഇവിടുന്ന് മാറ്റണം എന്ന് ഐശ്വര്യ പറയുന്നുണ്ട്. നീയാണോ അത് പറയുന്നത് എന്ന് വീണ്ടും അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യയോട് ചോദിച്ചപ്പോൾ രണ്ടാളും ഇനിയൊരു തർക്കം വേണ്ട, ഒന്നാമത് രാത്രിയാണെന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, അപ്പോൾ രാവിലെ ആവാം അല്ലേ? അതല്ല, കൊച്ചുകുട്ടിയാണ്, അത് ഈ പറഞ്ഞ ഫ്രണ്ടിന്റെ വീട്ടിൽ കുഞ്ഞിനെ നിർത്താൻ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. അമ്മേ, അതൊക്കെ പെർഫെക്റ്റ് ആണ്, മോൾ അവിടെ സേഫ് ആയിരിക്കും എന്ന് ആദ്യം പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു, അല്ല, ഇതിപ്പോ പഴയ കാലം അല്ലല്ലോ, ഒന്നാമത് ഇതൊരു പെൺകുഞ്ഞാണ്, കുറച്ച് ദിവസം കൂടി അങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ പോലീസ് കേസ്, ഇവിടെ ആർക്കും അതിനുള്ള സമയമൊന്നുമില്ല. അമ്മ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അപ്പോൾ അമ്മ എനിക്ക് തന്ന വാക്കോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.